ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കും കേട്ടോ. അപ്പോൾ കാക്കു അങ്ങാടിയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മീൻ കൊടുന്നിട്ടുണ്ട് കേട്ടോ. 4 വലിയ അയിലയും അതിൻ്റെ കൂടെ കുറച്ച് ചെമ്പല്ലി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്പല്ലി കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കൊടുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അയില ക്ലീൻ ചെയ്തെടുക്കണം. അയില ഞാൻ വറ്റിക്കലാണ്, കാക്കുവിന് അതാ ഇഷ്ടം. അപ്പോൾ അയില എങ്ങനെ ഞാൻ വറ്റിക്കൽ എന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള മീൻ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അയില വരഞ്ഞെടുക്കണം കേട്ടോ. അയില വരയിട്ടങ്ങാണ്ട് കറി വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നല്ലോണം പിടിക്കും കേട്ടോ. അപ്പോൾ വരഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഞാൻ ഒന്നുകൂടി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അയില വറ്റിക്കണ ഇഷ്ടം, പൊരിക്കണയിലേറെ വറ്റിക്കണ ഇഷ്ടം. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇതേപോലെ കുറച്ച് ചെറുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വലിയ 3 തക്കാളിയും ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതേപോലെ കുറച്ച് പുളിയും കൂടി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുപ്പ് എത്തിച്ച് അതിലേക്കൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 തക്കാളിയും 3 പച്ചമുളകും, ഈ തക്കാളി വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി ഒന്ന് മാറ്റിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. തക്കാളി നല്ലോണം വെന്ത് വന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. തക്കാളി വെന്ത് വന്നാൽ അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളമല്ലേ, 2 പ്രാവശ്യം നല്ലോണം തിരുമ്പി പിഴിഞ്ഞ പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഞാൻ ഇട്ട ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മീനിൻ്റെ പുറത്തു കൂടിയൊക്കെ ഒന്ന് കറിയാക്കി കൊടുത്തിട്ട് നല്ലോണം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല 2 തള വന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ, മീൻ ഉടഞ്ഞു പോവും. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കറി പോലെയൊക്കെ തോന്നിയാൽ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല കുറുക്കുണ്ടാവും കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.